ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി പായസമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ: വാട്ടക്കൊള്ളി, പിന്നെ 4 അരച്ച 1-ാം പാല്, 2-ാം പാല്, ശർക്കര. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഉരുക്കിയെടുക്കുക. ഇത് ഉരുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് വാട്ടക്കൊള്ളി എടുത്തിട്ട് നല്ലോണം കഴുകിയെടുക്കുക. ഇത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. നമ്മൾ ഒരു പ്രാവശ്യം കഴുകുന്ന വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കാൻ വെച്ചാൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ വാട്ടക്കൊള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് 2 വിസിലടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ സംഭവം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി വെന്ത് വന്ന ആ വാട്ടക്കൊള്ളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ വാട്ടക്കൊള്ളിക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി ശരിയാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകണ വരെ നമുക്ക് തിളപ്പിച്ചെടുക്കുക. സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്ക് മധുരത്തിന് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു തരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാട്ടക്കൊള്ളി പായസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കുടിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.